ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ഡ്രൈവ്സ് അല്ലെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ എന്താണ് ഇതിനെപ്പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ വന്നിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു മെക്കാനിക്കൽ എലമെന്റ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഡിവൈസുകളാണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ ഡ്രൈവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് എല്ലാ മെക്കാനിക്കൽ മെഷീനറി അല്ലെങ്കിൽ മെക്കാനിക്കൽ മെഷീനറി ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മോട്ടോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു മെഷീനറി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പവർ ട്രാൻസ്മിഷൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഈ പവർ ട്രാൻസ്മിഷൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഏതിലാണോ നമ്മൾ പവർ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെയാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പവർ അവൈലബിൾ ആയിട്ടുള്ള ഷാഫ്റ്റിനെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയും. അതുപോലെ ഏതിലേക്കാണോ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഡ്രിവൺ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രിവൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഡ്രൈവർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ്, അതുപോലെ ഡ്രിവൺ ഷാഫ്റ്റ്. ഇനി പല ടൈപ്പ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളുണ്ട് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ ഡ്രൈവുകളുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഒരു പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം നമ്മൾ പറയുമ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിന്റെ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. വെലോസിറ്റി റേഷ്യോ. അപ്പോൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൂടിയുണ്ട്, സ്പീഡ് റേഷ്യോ എന്ന് പറയും. സ്പീഡ് റേഷ്യോ. അപ്പോൾ സ്പീഡ് റേഷ്യോ അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ദ ഡ്രൈവർ ആൻഡ് സ്പീഡ് ഓഫ് ദ ഡ്രിവൺ ആണ്. അപ്പോൾ ഡ്രൈവർ ഷാഫ്റ്റിന്റെ സ്പീഡ് N1 ഡ്രിവൺ ഷാഫ്റ്റിന്റെ സ്പീഡ് N2 ആണെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ അതിനെ നമ്മൾ വേറെ രീതിയിൽ പറയാം, ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ D2/D1 എന്ന് പറയാം. D2/D1. അപ്പൊ ഇവിടെ ഒരു T കൊടുത്തിരിക്കുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ആ ബെൽറ്റിന്റെ തിക്നെസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള വെലോസിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമലി വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ഡ്രൈവർ ടു ദ സ്പീഡ് ഓഫ് ഡ്രിവൺ, ഇതിന്റെ റേഷ്യോയാണ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രൈവുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പവർ ട്രാൻസ്മിഷൻ ഡ്രൈവുകളാണ് നമ്മൾ ഇൻഡസ്ട്രിയലി അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ മെയിൻലി ഡ്രൈവുകൾ നമ്മൾ രണ്ടായിട്ട് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം, ഗ്രൂപ്പ് ഡ്രൈവ്, ഇൻഡിവിജ്വൽ ഡ്രൈവ്. അപ്പൊ ഗ്രൂപ്പ് ഡ്രൈവ്, ഇൻഡിവിജ്വൽ ഡ്രൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മെയിൻ ഷാഫ്റ്റ് ഉണ്ടാവും. മെയിൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർ അവൈലബിൾ ആയിട്ടുള്ള ഷാഫ്റ്റ് ഉണ്ടാവും. ഈ പവർ അവൈലബിൾ ആയിട്ടുള്ള ഷാഫ്റ്റിൽ നിന്ന് ഏതൊക്കെ മെഷീൻസിലേക്ക് നമ്മൾ ഈ ഡ്രൈവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേത് ഗ്രൂപ്പ് ഡ്രൈവ് എന്ന് പറയുന്നതാണ്. ഗ്രൂപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഫിഗറിൽ നിന്ന് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതാണ് ഡ്രൈവർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത്, ഡ്രൈവർ പുള്ളി. അതിൽ നിന്ന് വേറെ രണ്ട് മെഷീനറിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് ബൈ മീൻസ് ഓഫ് ബെൽറ്റ് ആണല്ലോ. അപ്പൊ ഇതുപോലെയുള്ള ഡ്രൈവിനെയാണ് ഗ്രൂപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ ലൈൻ ഷാഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഒരു മെയിൻ ഷാഫ്റ്റ് ഉണ്ടാവും, ഇതാണ് മെയിൻ ഷാഫ്റ്റ്. ഈ മെയിൻ ഷാഫ്റ്റ് ഡ്രൈവ്സ് എ കൗണ്ടർ ഷാഫ്റ്റ്. അപ്പോൾ
ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഇപ്പൊ നോർമൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, ഒരു പ്രൈം മൂവർ അല്ലെങ്കിൽ ഒരു മോട്ടറിൽ നിന്ന് നമ്മൾ ഒരു പുള്ളിയിലേക്ക് ബെൽറ്റിന്റെ സഹായത്തോടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒറ്റ മെഷീനറി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ ഡ്രൈവ് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ ഡ്രൈവ് എന്ന് പറയും. അപ്പോൾ ഓരോ മെഷീനും എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ പ്രൈം മൂവർ ഉണ്ടാവും. അങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ എങ്കിൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ ഡ്രൈവ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഡ്രൈവിൽ ഒരു പ്രൈം മൂവറും ഡിഫറെന്റ് മെഷീൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് മെഷീനറീസും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഗ്രൂപ്പ് ഡ്രൈവ്, ഇൻഡിവിജ്വൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഇത് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ കണക്ടറിനെ ബേസ് ചെയ്തിട്ട്, കണക്ടറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പവർ ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡ്രൈവർ ഷാഫ്റ്റിന്റെയും റിബൺ ഷാഫ്റ്റിന്റെയും ഇടയ്ക്കുള്ള സെന്റർ ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഡ്രൈവുകൾ നമ്മൾ സെലക്ട് ചെയ്യും. അതുപോലെ ഈ ഡിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇതില് ഈ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രൈവർ ഷാഫ്റ്റ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ്. അപ്പോൾ ഈ കണക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ്, രണ്ട് രീതിയിലാണ് ഡ്രൈവുകൾ നമ്മൾ പറയാറുള്ളത്. ഫ്ലെക്സിബിൾ ഡ്രൈവ് ആൻഡ് റിജിഡ് ഡ്രൈവ്, അല്ലെങ്കിൽ നോൺ ഫ്ലെക്സിബിൾ ഡ്രൈവ്. ഫ്ലെക്സിബിൾ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ ഷാഫ്റ്റ്, ഡ്രിവൺ ഷാഫ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സെന്റർ ഡിസ്റ്റൻസ് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ സെന്റർ ഡിസ്റ്റൻസ് കൂടുതലുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ടൈപ്പ് ഡ്രൈവുകളാണ് ഫ്ലെക്സിബിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പം ഈ ടൈപ്പ് ഡ്രൈവുകൾ എന്താണ്, ട്രാൻസ്മിറ്റിംഗ് പവർ ഫോർ ലോങ് ഡിസ്റ്റൻസസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ് ഒക്കെ. ഇനി നോൺ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അത് വൺസ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സെന്റർ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഡ്രൈവുകളാണ് റിജിഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗിയേഴ്സ് അതിന് എക്സാമ്പിൾ ആണ്. ക്ലച്ച്, കപ്ലിംഗ് ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ക്ലച്ച്, കപ്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആക്സിസിൽ വരുന്ന ഷാഫ്റ്റ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ട്രാൻസ്മിഷൻ ഡ്രൈവുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സെന്റർ ഡിസ്റ്റൻസ് നമുക്ക് വേരി ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഡ്രൈവുകളെ റിജിഡ് ഡ്രൈവ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണ്, യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ. സെന്റർ ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ റിജിഡ് ഡ്രൈവുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ രണ്ട് രീതിയിലാണ്, ഫ്ലെക്സിബിൾ ഡ്രൈവ്, നോൺ ഫ്ലെക്സിബിൾ ഡ്രൈവ്. അപ്പൊ ഫ്ലെക്സിബിളിന് എക്സാമ്പിൾ ബെൽറ്റ്, ചെയിൻ, റോപ്പ് ഒക്കെ ഫ്ലെക്സിബിളിന് എക്സാമ്പിൾ ആണ്. പിന്നെ നോൺ ഫ്ലെക്സിബിളിനാണ് ഗിയർ, ക്ലച്ച്, കപ്ലിംഗ്, പവർ സ്ക്രൂ എന്നൊക്കെ പറയുന്ന കാറ്റഗറീസ് വരുന്നത്. അപ്പൊ അതിൽ ഓരോന്നിലും വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. അതായത് ബെൽറ്റ് ഡ്രൈവിൽ തന്നെ ഏതൊക്കെ ടൈപ്പുകളുണ്ട്, നോർമലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ചെയിൻ ഡ്രൈവിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ചെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സെന്റർ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പവർ ട്രാൻസ്മിഷന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ വരാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബെൽറ്റ് ഡ്രൈവ്, റോപ്പ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, പിന്നെ ക്ലച്ചസ്, കപ്ലിങ്സ് ഒക്കെ.
അപ്പൊ ഇതില് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ബെൽറ്റ് ഡ്രൈവും റോപ്പ് ഡ്രൈവും ബെൽറ്റും റോപ്പും തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കാരണം ബെൽറ്റ് ഡ്രൈവില് നമുക്ക് സെന്റർ ഡിസ്റ്റൻസിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ റോപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് പവർ ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് റോപ്പ് ഡ്രൈവിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ് വരുന്നത്. അതായത് ഒരു ഡ്രൈവർ പുള്ളി ഉണ്ടാവും, ഒരു ഡ്രിവൺ പുള്ളി ഉണ്ടാവും. അതിനിടയ്ക്ക് നമ്മൾ ഒന്നുകിൽ ബെൽറ്റ് അല്ലെങ്കിൽ റോപ്പിന്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേത് ബെൽറ്റ് ആൻഡ് റോപ്പ് ഡ്രൈവ് ആണ്. പിന്നെ ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, ക്ലച്ച്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഏത് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം നമ്മൾ ചൂസ് ചെയ്യണം, അതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഡ്രൈവ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഫാക്ടേഴ്സ് ടു സെലക്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പൊ അതിൽ ആദ്യത്തേത് എന്താണ്? സെന്റർ ഡിസ്റ്റൻസ് ആണ്. സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ്. പിന്നെ ഓപ്പറേറ്റിംഗ് സ്പീഡ്, അതുപോലെ എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിഷൻ, പിന്നെ ആക്യുറസി റിക്വയർഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദ പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഡ്രൈവ് എന്ന് പറയുന്നത് ഏതാണ്? ബെൽറ്റ് ഡ്രൈവ് ആണ്. നമുക്ക് ബെൽറ്റ് ഡ്രൈവിനെ പറ്റി നോക്കാം. അപ്പോൾ ബെൽറ്റ് ഡ്രൈവിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബെൽറ്റ് നമ്മൾ സാധാരണഗതിയിൽ ബെൽറ്റ് എന്താണ്, ഈ ഒന്നുകിൽ ലെതർ അല്ലെങ്കിൽ ക്യാൻവാസ്, കോട്ടൺ ഇതുപോലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ ബെൽറ്റ് സാധാരണ ഉണ്ടാക്കുന്നത്. റബ്ബർ ഇതുപോലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ബെൽറ്റ് സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബെൽറ്റ് ഡ്രൈവിന്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ പുള്ളി ആൻഡ് ബെൽറ്റ് ആണ്. ബെൽറ്റിനും പുള്ളിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ടാണ്. അപ്പൊ ഇത് ഫ്രിക്ഷൻ ഡ്രൈവ് എന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മള് ഈ ബെൽറ്റ് ഡ്രൈവിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് അപ്പോ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രീം ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ബെൽറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ആണെങ്കിൽ തന്നെയും എക്സ്ട്രീം ലെങ്ത്തിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഫിനോമിന ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വെലോസിറ്റി റേഷ്യോ, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിൽ പറ്റത്തില്ല. അപ്പൊ അതും ബെൽറ്റ് ഡ്രൈവിന്റെ ഒരു ഡിഫക്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്ലിപ്പേജ് ഉണ്ടാവാം. അതുപോലെ വെയർ ആൻഡ് ടിയർ കൊണ്ട് ഇത് സ്ലിപ്പായി പോകാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇങ്ങനെ വളരെ ലൈറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ബെൽറ്റ് ഡ്രൈവിന് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ ഓട്ടോമൊബൈൽ പവർ ട്രാൻസ്മിഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്തായിരിക്കും, ഗിയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചെയിൻ, പിന്നെ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബെൽറ്റ് ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഡിഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇതിനൊരു അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ ഇതൊരു ബെൽറ്റ് ഡ്രൈവ് ആണ്. ഈ ഒരു ബെൽറ്റ് ഡ്രൈവില് ഇതൊരു പുള്ളി, ഇത് വേറൊരു പുള്ളി. അപ്പൊ ഇതിൽ നമ്മൾ ബെൽറ്റിന്റെ സഹായത്തോടെയാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ 2 സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് ടൈറ്റ് സൈഡ്, പിന്നെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു സൈഡ്. അപ്പൊ ടൈറ്റ് സൈഡും ഉണ്ടാവും, ഒരു സ്ലാക്ക് സൈഡും ഉണ്ടാവും. അപ്പൊ ഈ ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും ഇങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേഷനെ ബെൽറ്റ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബെൽറ്റിൽ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടാവും, ടെൻഷൻ. അപ്പൊ ഈ 2 ടെൻഷൻസും സെയിം ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല, ഇത് തമ്മിൽ റൊട്ടേറ്റ് ചെയ്യത്തില്ല. കാരണം ഇത് രണ്ടും ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് റൊട്ടേഷൻ ഉണ്ടാകത്തില്ല, റെസ്റ്റിലായിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ഈ ടെൻഷനിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ
ഫോഴ്സ് കൂടുതലുള്ള അല്ലെങ്കിൽ ഈ ടെൻസൈൽ ഫോഴ്സ് ടെൻഷൻ ഫോഴ്സ് കൂടുതലുള്ള സ്ഥലമായിരിക്കും ടൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. ടൈറ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും. അതർ സൈഡ് ലൂസ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും. അതിനെ സ്ലാക്ക് സൈഡ് എന്നും പറയും. അപ്പോൾ ടൈറ്റ് സൈഡും ഉണ്ട്, സ്ലാക്ക് സൈഡും ഉണ്ട്. അപ്പോൾ ഇത് ഈ ബെൽറ്റ് ഡ്രൈവിനകത്ത് അല്ലെങ്കിൽ ചെയിൻ ഡ്രൈവിലും എല്ലാം ഈ രീതിയിൽ ഉണ്ടാവും. അതായത് ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡ്രൈവുകളിലെല്ലാം ഈ പറഞ്ഞതുപോലെ ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ, ബെൽറ്റിന്റെ അല്ലെങ്കിൽ റോപ്പിന്റെ ഒരു ടെൻഷൻ കൂടി എന്തുണ്ടാവും, ഈ പുള്ളിയിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ കമ്പയർഡ് ടു അതർ ഡ്രൈവ് നമുക്ക് കോസ്റ്റ് കുറച്ച് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ബെൽറ്റ് ഡ്രൈവ്സ് ഡു നോട്ട് റിക്വയർ പാരലൽ ഷാഫ്റ്റ്. പാരലൽ ഷാഫ്റ്റില് പവർ ട്രാൻസ്മിഷൻ ചെയ്യാനത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതല്ലാത്ത കണ്ടീഷൻസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പാരലൽ അല്ലാത്ത കണ്ടീഷൻസിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ദേ ഹാവ് ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. ഇപ്പൊ ഗിയർ ഡ്രൈവ്, ചെയിൻ ഡ്രൈവിന്റെ ഒക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയിൻ ഡ്രൈവിലൊക്കെ എപ്പോഴും നമ്മൾ ലൂബ്രിക്കേഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് അതിന് കൂടുതലാണ്. അപ്പൊ ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. യൂസ്ഡ് വെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷാഫ്റ്റ് ഈസ് വെരി ലാർജ്. അത് പറഞ്ഞു കഴിഞ്ഞു. നോട്ട് ഫ്ലക്ച്വേഷൻസ് ആർ ഷോക്ക് അബ്സോർബ്, ഇൻക്രീസിംഗ് ദ മെഷീനറി ലൈഫ്. കാരണം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഗിയർ ഡ്രൈവിന്റെ കേസ് പറയുകയാണെങ്കിൽ രണ്ട് ഗിയേഴ്സ് തമ്മിൽ മെഷ് ചെയ്യുമ്പോഴാണ് അവിടെ ഈ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ലോഡ് ഫ്ലക്ച്വേഷൻസ് എല്ലാം വരുമ്പോൾ അത് ഡയറക്ട്ലി മെഷീനിലേക്ക് അഫക്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ബെൽറ്റിലാണ് ഈ ഒരു ഈ ലോഡ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഈ ബെൽറ്റ് ആണ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ സഡൻ ആയിട്ടുണ്ടാകുന്ന ലോഡുകളൊക്കെ എന്ത് ചെയ്യും, ഈ ബെൽറ്റ് അബ്സോർബ് ചെയ്യും. ചിലപ്പോൾ ബെൽറ്റ് ബ്രേക്ക് ആയി പോവാം, അല്ലെങ്കിൽ ബെൽറ്റ് വെയർ ആൻഡ് ടിയർ ആയി പോവാം. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ മെഷീനറി ലൈഫ് അല്ലെങ്കിൽ മെഷീന്റെ ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ കമ്പയർ ടു ഗിയർ ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന് കൂടുതൽ സ്പേസ് ആവശ്യമുണ്ട്. ബെൽറ്റ് ഡ്രൈവ്സ് ആർ നോട്ട് കോമ്പാക്ട്. പിന്നെ ലിമിറ്റഡ് സ്പീഡ് ഓഫ് അറൌണ്ട് 35 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെരി ഹൈ സ്പീഡ് അല്ലെങ്കിൽ വെരി ഹൈ പവർ ട്രാൻസ്മിഷൻ ഒക്കെ നടത്തുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ബെൽറ്റ് ഡ്രൈവ് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. കമ്പയർ ടു അതർ മോഡ് ഓഫ് പവർ ട്രാൻസ്മിഷൻ എന്താണ്, ദേ ഹാവ് ഷോർട്ടർ ലൈഫ് സർവീസ്. കാരണം ബെൽറ്റ് നമ്മൾ ഇങ്ങനെ പീരിയോഡിക്കലി നമ്മളത് മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് കമ്പയർ ടു അതർ ഡ്രൈവ് അല്ലെങ്കിൽ ഗിയർ ഡ്രൈവിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ഇതിന് വളരെ കുറവാണ്. ഇൻഫാക്ട് എ ഹെവി ലോഡ് ഓൺ ഷാഫ്റ്റ് ആൻഡ് ബെയറിംഗ്. കാരണം ഈ ഷാഫ്റ്റിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പാർട്ടുകളിലും ഒക്കെ അഡീഷണൽ ആയിട്ട് ഒരു ലോഡ് കൂടി എന്ത് ചെയ്യും, ഈ ബെൽറ്റ് ഡ്രൈവ് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ബെൽറ്റിന്റെ ടെൻഷനും കൂടി എന്തിൽ ആക്ട് ചെയ്യും, ഈ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഷാഫ്റ്റിൽ ഒരു ലോഡ് കൂടി അല്ലെങ്കിൽ ഷാഫ്റ്റിൽ ഒരു എക്സ്ട്രാ ലോഡ് കൂടി വരാനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് കാരണമാകും. വെലോസിറ്റി റേഷ്യോ വേരീസ് ബിക്കോസ് ഓഫ് ബെൽറ്റ് സ്ലിപ്പ്. ബെൽറ്റ് സ്ലിപ്പ് ആകുന്നതുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റന്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ബെൽറ്റ് ഡ്രൈവിനെ പറ്റി നമുക്ക് അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറയാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തേതാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതില് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇതില് ഡ്രൈവർ ഷാഫ്റ്റ്, ഡ്രിവൺ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവർ ഗിയറും ഗിയർ അല്ല, ഡ്രൈവർ പുള്ളി, ഡ്രിവൺ പുള്ളിയും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇത് ഓർത്തിരിക്കുന്ന പോയിന്റ് ആണ്. സെയിം ഡയറക്ഷനിൽ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളീസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ബെൽറ്റ് അല്ലെങ്കിൽ ഈ ബെൽറ്റിന്റെ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ബെൽറ്റിന്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ സെന്റർ ഡിസ്റ്റൻസ് വേണം. അതായത് ഡ്രൈവർ ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റിനും ഇടയ്ക്കുള്ള സെന്റർ ഡിസ്റ്റൻസ്. അപ്പൊ അതിവിടെ നമ്മൾ എക്സ് എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, എക്സ്. ഇനി ഡ്രൈവർ പുള്ളിയുടെ റേഡിയസ്, അതുപോലെ ഡ്രിവൺ പുള്ളിയുടെ റേഡിയസ്. അപ്പൊ ഇങ്ങനെ റേഡിയസ് ഓഫ് ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളി, അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ്. അപ്പൊ ഇതറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഇനി ഇവിടെ വേറെ വരുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെർമിനോളജിയിൽ വരുന്ന ഒരു കാര്യമാണ് ആർക്ക് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ലാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ബെൽറ്റും പുള്ളിയും തമ്മിൽ കോണ്ടാക്ട് വരുന്ന പോയിന്റ്, ഇതിനിടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ആണെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ലാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ പവർ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇരിക്കുന്നത്. നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ ഒരുപാട് ഡെപ്തിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിയുക. ഓപ്പൺ ബെൽ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനാണ്. സെയിം ഡയറക്ഷനിൽ ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും സെയിം ഡയറക്ഷനിലാണ് ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ബെൽറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ, അപ്പൊ ഇക്വേഷനും ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അതില് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ബോത്ത് ദ പുള്ളീസ്, അതായത് ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളി, അതുപോലെ സെന്റർ ഡിസ്റ്റൻസ്. അപ്പൊ ഇതിലെ ആദ്യത്തെ കാറ്റഗറിയാണ് ഓപ്പൺ ബെൽ ഡ്രൈവ് എന്ന് പറയുന്നത്, ഓപ്പൺ ബെൽ ഡ്രൈവ്. രണ്ടാമത്തേത് ക്ലോസ്ഡ് ബെൽ ഡ്രൈവ് അല്ലെങ്കിൽ ക്രോസ് ബെൽ ഡ്രൈവ് എന്ന് പറയും. ക്രോസ് ബെൽ ഡ്രൈവ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ബെൽ ഡ്രൈവ്. അപ്പൊ ഇതിന്റെ കേസിൽ ഈ ഡ്രൈവർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് തമ്മിൽ, അതായത് ഇപ്പൊ ഇവിടെ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഇത് ബെൽറ്റ് തമ്മിൽ ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ബെൽറ്റ് തമ്മിൽ ഇവിടെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു റബ്ബിംഗ് പോയിന്റ് ഉണ്ടാകുന്നുണ്ട്, റബ്ബിംഗ് പോയിന്റ്. അപ്പൊ ഇങ്ങനെ ബെൽറ്റ് റബ്ബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് ക്രോസ് ബെൽ ഡ്രൈവിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഈ ലെങ്ത്, ബെൽറ്റിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഏതിനായിരിക്കും? ക്രോസ് ബെൽ ഡ്രൈവിനായിരിക്കും. അപ്പോൾ സ്മോൾ ആപ്ലിക്കേഷൻസിനാണ് അല്ലെങ്കിൽ സ്മോൾ സ്പീഡ് അല്ലെങ്കിൽ ലോ സ്പീഡ് ആപ്ലിക്കേഷൻസിനാണ് നമ്മളിത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു എഫക്റ്റീവായിട്ട് ഇപ്പൊ നമുക്ക് സെയിം പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കേസിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ സെയിം പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ലോ സ്പീഡ് ആപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ഒരു സ്ലോ സ്പീഡ് കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഓപ്പൺ ബെൽറ്റും ക്രോസ് ബെൽറ്റും എടുക്കുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യന്റ് എന്ന് പറയുന്നത് ക്രോസ് ബെൽറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബെൽറ്റിൽ വളരെ പെട്ടെന്ന് സ്ലിപ്പേജ് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, വളരെ പെട്ടെന്ന് ഈ ബെൽറ്റ് പുള്ളിയുമായിട്ട് സ്ലിപ്പായി പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാം. അപ്പോൾ ക്രോസ് ബെൽറ്റിൽ അത് കുറവാണ്. ക്രോസ് ബെൽറ്റിലും സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഉണ്ട്. പക്ഷെ എന്നാലും കമ്പയർഡ് ടു ഓപ്പൺ ബെൽ ഡ്രൈവ് ഇതില് എന്താണ്, ഈ സ്ലിപ്പേജ് കുറച്ച് കുറവാണ്. ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പോ ഈ ഫിഗറിൽ കാണുന്നതാണ് ഓപ്പൺ ബെൽറ്റ് ക്രോസ് ബെൽറ്റിന്റെ ഒരു ഫിഗർ ആണ് കാണുന്നത്. ഇപ്പൊ ഇത് ഓപ്പൺ ബെൽറ്റ് ആണ്, രണ്ടാമത് കാണിച്ചിരിക്കുന്ന ക്രോസ് ബെൽറ്റ് ആണ്. അപ്പൊ ഇതിന്റെ കമ്പാരിസൺ നമുക്ക് നോക്കാം. കമ്പാരിസണിൽ എന്താണ്, രണ്ട് സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ അത് ഓപ്പൺ ബെൽറ്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ക്ലോസ്ഡ് ബെൽ ഡ്രൈവ് ആണ് അല്ലെങ്കിൽ ക്രോസ് ബെൽ ഡ്രൈവ് ആണ്. ഇനി ഓപ്പൺ ബെൽ ഡ്രൈവിന്റെ കേസിൽ ഇപ്പോ ഷാഫ്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടോ ഇൻക്ലൈൻഡ് ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ബെൽ ഡ്രൈവ് യൂസ് ചെയ്യാം. പക്ഷെ വെർട്ടിക്കൽ ഷാഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ബെൽ ഡ്രൈവ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം ഷാഫ്റ്റുകൾ വെർട്ടിക്കൽ ആണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഈ ഷാഫ്റ്റും ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരുന്നെങ്കിൽ, വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചു വരികയാണെന്ന് വെച്ചു, നേരെ തിരിച്ചു വരികയാണ്. അതായത് ഈ രീതിയിൽ വരിക, ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഇതുപോലെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ബെൽ ഡ്രൈവ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ വെർട്ടിക്കൽ കണ്ടീഷൻസ് വരുന്ന കേസിൽ, വെർട്ടിക്കലായിട്ട് വരുന്ന കേസിൽ നമ്മൾ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക, ക്ലോസ് ബെൽ ഡ്രൈവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഓപ്പൺ ബെൽ ഡ്രൈവില് ബെൽറ്റ് റബ്ബിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് ഓഫ് ബെൽറ്റ് കൂടുതലായിരിക്കും. കാരണം ഈ റബ്ബിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ബെൽറ്റ് വെയർ ആൻഡ് ടയർ, ബെൽറ്റ് തേയ്മാനം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ക്രോസ് ബെൽ ഡ്രൈവില് ഈ റബ്ബിംഗ് പോയിന്റ് ആയതുകൊണ്ട് എന്താണ്, ഇത് നമ്മൾ പീരിയോഡിക്കലി ഇതിന്റെ ബെൽറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഓപ്പൺ ബെൽ ഡ്രൈവിന് ബെൽറ്റിന്റെ ലെങ്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ബെൽ ഡ്രൈവിന് ലെങ്ത് കുറവായിരിക്കും.
അതുപോലെ ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെ കേസ് പറയുമ്പോൾ അത് കൂടുതലായിരിക്കും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.